നമസ്കാരം. ഏഴാം ഘട്ട വോട്ടെടുപ്പോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. ജൂൺ 4 വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും. വൈകുന്നേരം 6:30 എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും. എക്സിറ്റ് പോൾ ഫലത്തിൽ വിശ്വാസമില്ലാതെ അതുമായി ബന്ധപ്പെട്ട മാധ്യമ ചർച്ചകൾ കോൺഗ്രസ് ബഹിഷ്കരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ പിന്നീട് തീരുമാനം കോൺഗ്രസ് മാറ്റിയതായും റിപ്പോർട്ടുണ്ട്. എക്സിറ്റ് പോളുകൾ എല്ലായ്പ്പോഴും പൂർണ്ണമായി ശരിയാകണമെന്നില്ല. മുൻകാല അനുഭവങ്ങൾ അത് ശരിവെക്കുന്നു. 2014-19 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും യഥാർത്ഥ ഫലവും തമ്മിലുള്ള താരതമ്യം ഒന്ന് നോക്കാം. 2014 BJP നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചത്. എന്നാൽ NDA ആ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. 2014 എക്സിറ്റ് പോൾ പ്രവചനം ഇപ്രകാരമായിരുന്നു. NDAയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം, ഇന്ത്യ ടുഡേ സിസറോ നടത്തിയ സർവേ ഫലത്തിൽ 272 സീറ്റ് NDA നേടുമെന്നാണ് പ്രവചനം വന്നത്. ന്യൂസ് 24 ചാണക്യ 340 സീറ്റ്, CNN IBN CSDS ഫലം 280 സീറ്റ് നേടുമെന്ന് പ്രവചിച്ചു. ടൈംസ് നൗ ORG 249 സീറ്റാണ് പ്രവചിച്ചത്. ABP ന്യൂസ് നീൽസൺ 274 സീറ്റ് പ്രവചിച്ചു NDAയ്ക്ക്. NDTV ഹൻസ റിസർച്ച് 279 സീറ്റുകൾ പ്രവചിച്ചു. 2014 എക്സിറ്റ് പോൾ പ്രവചനം UPAയ്ക്ക് വേണ്ടി ഇപ്രകാരമായിരുന്നു. ഇന്ത്യ ടുഡേ സിസേറോ 115, ന്യൂസ് 24 ചാണക്യ 101, CNN IBN CSDS 97, ടൈംസ് നൗ ORG 148, ABP ന്യൂസ് നീൽസൺ 97, NDTV ഹൻസ റിസർച്ച് 103 സീറ്റ് നേടുമെന്നാണ് പ്രവചിച്ചത്. യഥാർത്ഥ ഫലം NDA 336 സീറ്റും BJP ഒറ്റയ്ക്ക് 282 സീറ്റും നേടി. UPA 60 സീറ്റാണ് നേടിയത്. കോൺഗ്രസിന് ലഭിച്ചത് 44 സീറ്റ് മാത്രം. 2019 എക്സിറ്റ് പോൾ ഫലം ഇങ്ങനെയാണ്. NDA ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ ഫലം 339 മുതൽ 365 സീറ്റ് വരെ. ന്യൂസ് 24 ടുഡേയ്സ് ചാണക്യ 350 സീറ്റ്. ന്യൂസ് 18 IPSOS തെരഞ്ഞെടുപ്പ് ഫലം 336 സീറ്റ് NDAയ്ക്ക് പ്രവചിച്ചു. ടൈംസ് നൗ VMR സർവേ ഫലം 306, ഇന്ത്യ TV CNX സർവേ ഫലം 300, സുദർശൻ ന്യൂസ് 305 സീറ്റ്. 2019 എക്സിറ്റ് പോളിൽ UPA എത്ര സീറ്റ് നേടുമെന്നുള്ള പ്രവചനം ഇങ്ങനെയായിരുന്നു. ഇന്ത്യ ടുഡേ ആക്സിസ് 77 മുതൽ 108 വരെ, ന്യൂസ് 24 ടുഡേയ്സ് ചാണക്യ 95 വരെ, ന്യൂസ് 18 IPSOS 82 സീറ്റ് UPA നേടുമെന്ന് പ്രവചിച്ചു. ടൈംസ് നൗ VMR സർവേ ഫലം 132 സീറ്റ് UPA നേടുമെന്ന് പറഞ്ഞു. ഇന്ത്യ TV CNX സർവേ ഫലം 120 സീറ്റ്, സുദർശൻ ന്യൂസ് 124 സീറ്റ്. യഥാർത്ഥ ഫലം NDA 352 സീറ്റുകൾ നേടി. BJP ഒറ്റയ്ക്ക് 303 സീറ്റും. UPAയ്ക്ക് ലഭിച്ചത് 91 സീറ്റ്, കോൺഗ്രസിന് 52 സീറ്റ് മാത്രം. 2024 വ്യത്യാസം NDAയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യവും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമാണ് എന്നതാണ്. 400 മേലെ സീറ്റുകളാണ് NDA BJP ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇന്ത്യ മുന്നണിയും ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഭരണം ഉണ്ടാകും, തങ്ങൾക്ക് ഭരിക്കാൻ സാധിക്കും, അതിനുള്ള ഭൂരിപക്ഷം കിട്ടും എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താണ് സൂചന നൽകുന്നത്? എക്സിറ്റ് പോൾ ഫലങ്ങൾ യഥാർത്ഥ ഫലവുമായി എങ്ങനെ ചേർന്ന് വരും? അല്ലെങ്കിൽ ജൂൺ 4 യഥാർത്ഥ ഫലം പുറത്തു വരുമ്പോൾ ഏതൊക്കെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളായിരിക്കും കൂടുതൽ കൃത്യതയോടെ പ്രവചിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. സർവേ ഫലങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ടൈംസ് നൗ ETG സർവേ ഫലം 4 സീറ്റ് LDF, 14 മുതൽ 15 സീറ്റ് വരെ UDF, 1 സീറ്റ് NDA. ABP സി വോട്ടർ LDFന് സീറ്റൊന്നും ലഭിക്കില്ല. അതുപോലെ 17 മുതൽ 19 സീറ്റ് വരെ UDFന്, BJPക്ക് 1 മുതൽ 3 സീറ്റ് വരെ. റിപ്പബ്ലിക് പി മാർക്ക് അവർ ദേശീയ തലത്തിലാണ് 359, 154, 30 പറയുന്നു. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ LDFന് 1 സീറ്റ് പ്രവചിക്കുന്നു. 13 മുതൽ 14 സീറ്റ് വരെ UDFന് പ്രവചിക്കുന്നു. 2 മുതൽ 3 സീറ്റ് വരെ BJPക്ക്, NDAയ്ക്ക് പ്രവചിക്കുന്നു ഇന്ത്യ ടുഡേ. ഇന്ത്യ TV CNX സർവേ ഫലം 3 മുതൽ 5 സീറ്റ് വരെ LDFന്, 13 മുതൽ 15 സീറ്റ് വരെ UDFന്, 1 മുതൽ 3 സീറ്റ് വരെ BJPക്ക്. സർവേ ഫലങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ തന്നെ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സർവേ ഫലം ഒരു അന്തിമ വിധിയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ കാര്യങ്ങളും വിശദാംശങ്ങളും നമുക്കറിയാൻ സാധിക്കൂ. എക്സിറ്റ് പോളുകളെക്കുറിച്ച് ഇതിനു മുൻപ് പലപ്പോഴും ചർച്ചകൾ നടന്നിട്ടുണ്ട്, വിവാദങ്ങളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട്, പരാതികളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ ഇപ്രകാരമാണ്.